ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേൾക്കട്ടെ. അപ്പോൾ ട്രൈപോഡ് ബാഗിലുള്ള കാരണം പല ഭാഗങ്ങളിലും പോകുമ്പോൾ എന്നെ സെക്യൂരിറ്റി ചെക്കിങ് കൂടുതലോർത്തൊക്കെ പിടിച്ച് നിർത്താറുണ്ട്. ഈ സാധനമുള്ള കാരണം കീ അടിക്കണ കാരണം. അപ്പോൾ അത് ഞാൻ ബാഗിൽ നിന്ന് മെയിനായിട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഓഫായിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോകാനിട്ടാ. നമ്മുടെ വീട്ടിലെ മിക്സി അടിച്ചു പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റോ ലാലുലുലോ പോയിട്ട് ഓഫർ ഉണ്ടെങ്കിൽ നല്ലൊരു മിക്സി മേടിക്കുന്നതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോഴൊക്കെ നോക്കി, അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയി സാധനങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ കുറേ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കാണിച്ചിട്ട് ഇത് നമ്മുടെ പ്രഗ്നൻസി കാർഡാണ്. പ്രഗ്നൻസി കാർഡ് ചെക്ക് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. അതിൻ്റെ വിശേഷം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇന്ന് ഏട്ടനാട്ട ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കളഞ്ഞിട്ട് പോകാമായിരുന്നു. ഇപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിയില്ലാത്ത കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളായിട്ടാ. സമയം 1:45 അപ്പം ഏട്ടൻ പറഞ്ഞ് പുറത്തേക്ക് വായോ, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് ചില ഒഴിഞ്ഞ വെള്ളം കൂപ്പി, നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പാകം ചെയ്യുന്നതൊക്കെ ഈ വെള്ളം കുപ്പിയിലാണ് കേട്ടോ. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വെള്ളം കുപ്പി നമ്മൾ പുറത്തേക്ക് ഇറക്കി വയ്ക്കാറുണ്ട് കേട്ടോ. ഇതൊന്നും അകത്ത് വെക്കാത്ത ഇവന്മാർ ഇതിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കുന്ന കാരണം കേട്ടോ നമ്മളൊന്നും കയറ്റി വയ്ക്കാത്ത അകത്ത്. അപ്പോൾ നമ്മുടെ വരാന്തയിൽ ഇതുപോലുള്ള വെള്ളം കുപ്പികൾ ഒരുപാട് കാണാം. എല്ലാവരും ഇതുപോലെ ചെയ്യണം. എല്ലാവരും റൂമിലും കുഞ്ഞുമക്കളുള്ള കാരണം എല്ലാവരും പുറത്ത് തന്നെ കേട്ടോ ഇതൊക്കെ ഇറക്കി വയ്ക്കണേ. അപ്പൂസനോട് പറഞ്ഞു, അമ്മേ വെള്ളം കഴിയാറായിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഓക്കെ. അതിപ്പോൾ അവർ ഇങ്ങനെ കുഞ്ഞുങ്ങളല്ലേ, കുറേ വർത്തമാനങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അമ്മ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു എന്നൊക്കെ. എന്നിട്ട് അവരെന്നെ കൗണ്ട് ചെയ്ത് പറഞ്ഞു, ഇത്ര വെള്ളം ഉണ്ട്, ഇത്ര വെള്ളം കഴിഞ്ഞു അമ്മേന്ന്. ഈ മെയിൻ ഡോറാണ് കേട്ടോ നമ്മുടെ. മെയിൻ ഡോർ തുറക്കാൻ ഇവിടെ വലിയൊരു അടി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസാണ് കേട്ടോ തുറന്നത്. നല്ല ചൂടാണ് കേട്ടോ എല്ലായിടത്തും. തൊടുമ്പോഴത്തൊക്കെ പൊള്ളും. അങ്ങനെ ഡോർ തൊട്ടപ്പോൾ പൊള്ളി. അപ്പോൾ എന്നോട് പറഞ്ഞു, തുറന്നായോ അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരെ ഡോർ തുറന്നകത്ത് കയറ്റി ഞാൻ വേസ്റ്റ് കളയാൻ പോയിട്ടാണ്. നമ്മുടെ വേസ്റ്റ് കളയണ പിന്നാണ്ട ഇത് ഫുഡ് വേസ്റ്റ് ആയിട്ട് മെയിനായിട്ട് ഇടാറ്. ഇതിൽ പൂച്ചയൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അതാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇടുന്നത്. ഈ വേസ്റ്റ് പിന്നെ വേറെ ഉണ്ട് കേട്ടോ. അമ്മ എന്നെ എപ്പോഴും വിളിക്കുമ്പോൾ കൊതിപ്പിക്കും. നല്ല മഴയെ നിത്തി നിന്നിട്ട് അമ്മയും കൊതിച്ചോട്ടെ. ഇവിടെ നല്ല വെയിൽ. അമ്മയ്ക്ക് അവിടെ തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ ചൂട് കണ്ടോ, ഇത്രയാണ് കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. ചൂടുകൊണ്ട് ഉരുകി ഒലിച്ച് വീണതാണ് കേട്ടോ നമ്മുടെ മൊബൈൽ ഹോൾഡറിൽ നിന്നുള്ളത് പശ. അങ്ങനെ നെസ്റ്റോയിൽ ഓടിക്കേറി ഭക്ഷണം കഴിക്കാനുള്ള ഓട്ടാട്ടി കാണുന്നത്. വേഗം പോയി വെള്ളം എടുത്തിട്ട് അപ്പൂസ് ചോദിക്കുന്നുണ്ട്, തണുപ്പുള്ള വെള്ളം മതിയില്ല അച്ഛന്നൊക്കെ കേട്ടാ. അപ്പോൾ അപ്പൂസിന് എന്തോ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അതാണ് അപ്പൂസിൻ്റെ മുഖം ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്. അവന് വേണ്ടതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ പറഞ്ഞതൊന്നും എടുത്തു കൊടുത്താലും അവൻ കഴിക്കില്ല. അതാണ് നമ്മൾ തന്നെ ഫുഡ് സെലക്ട് ചെയ്ത് കൊടുത്ത്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് നിന്നിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ. അപ്പോൾ ഇഞ്ചിയുടെ വലിപ്പം കണ്ടോ, ഇതെന്തെന്ന് മനസ്സിലായി, ചക്കക്കൂരിൻ്റെ റേറ്റ് നോക്കിയാൽ മക്കളെ 19.95 ഹലാൽ, അതായത് ഇന്ത്യയിലെ 454 രൂപ. അന്നദാതാവാണ് മക്കളെ എന്നാണ്ട് ഈ പറഞ്ഞത്. അപ്പോൾ ഏട്ട അൽമറയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൂസ് പറയാം, ഇവിടെ നല്ല കളർഫുള്ളാണല്ലോ അച്ഛ, ഇതേനാ അച്ഛൻ്റെ ജ്യൂസ് എന്നാണ്ട് വേണം, അച്ഛൻ്റെ കമ്പനിയുടെ ജ്യൂസ് എന്നാണ്ട് കുട്ടി ഉദ്ദേശിച്ചത്. അങ്ങനെ കുറച്ച് നേരം ജ്യൂസൊക്കെ നോക്കി നിന്നിട്ട് നമ്മളിവിടെ പോയിട്ട് പിള്ളേർ പറഞ്ഞാൽ അത് നല്ല ഭംഗിയുണ്ട്, ഇത് ഭംഗിയുണ്ട്, നോക്കുവാനുള്ളൂ കേട്ടോ. അവർക്ക് ഈ കുഞ്ഞു ജ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ എടുക്കൂട്ടെ നമ്മൾ. അത് കഴിഞ്ഞ് വേറൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇതെന്തെന്ന് മനസ്സിലായോ, സ്ലോ മോൾ ഇട്ടുതരാം കേട്ടോ. ഇതാണ് നമ്മുടെ പേരാല്. ഇത് ഫിഗിൻ്റെ ഫാമിലിയാണ് കേട്ടോ. 750 വർഗ്ഗത്തിൽപ്പെട്ടവരുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു വർഗ്ഗമാവും. അപ്പം നമ്മളിതേ മിക്സിയൊക്കെ മേടിച്ചിട്ടാ. അമ്പാടിക്കണം ചോക്ലേറ്റ് താൻ ചെന്നില്ല എന്നുള്ള കരച്ചിലാണ്ടേ കാണാം. അങ്ങനെ മിക്സി നമ്മൾ വീട്ടിൽ വന്ന് പൊട്ടിച്ച് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ട് അതാണ് വിശേഷം.